മക്കളെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ആക്ഷൻ എന്നുള്ള ചാപ്റ്റർ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻ പഠിക്കേണ്ട. ആ ഇക്വേഷൻ പെട്ടെന്നൊന്നും എന്ത് ചെയ്യുക നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ഇക്വേഷൻ യാന്ത്രിക ലാഭം കണ്ടെത്താനുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA = ലോഡ് ബൈ എഫേർട്ട്. എന്താ പറയുക? രോധം ബൈ യത്നം, ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ MA = L/E. ഇങ്ങനെ ഒരു ചിത്രമൊക്കെ തന്നിട്ട് ഇവിടെ ലോഡ് നമുക്ക് 400 ന്യൂട്ടനും എഫേർട്ട് നമുക്ക് 100 ന്യൂട്ടനൊക്കെ തന്നാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അല്ലേ? ഇവിടെ നമുക്ക് 400/100 എന്ന് വരും, പൂജ്യങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ 4 എന്ന് കിട്ടി. അപ്പോൾ യൂണിറ്റ് ഇല്ലാന്ന് കൂടി ഓർത്ത് വയ്ക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലിവർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഒരു ലോഡ് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ലോഡും ഈ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് LA, ലോഡാന്ന് പറയും. ഇനി അടുത്ത ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് EA, അതായത് എഫേർട്ടാന്ന് പറയും. അതായത് യജ്ഞഭുജവും രോധഭുജവും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം വന്നാൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. L/E = EA/LA. എന്താണ്? EA/LA, അതായത് യജ്ഞഭുജം ബൈ രോധഭുജം. ഇനി ഇവിടെ L/E തന്നെ കൊടുത്തോളം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ MA = EA/LA എന്ന് എഴുതിയേക്കാം. ഈ MA എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ട് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക, ഓർത്ത് വയ്ക്കുക, പഠിച്ചു വെക്കുക. ഇനി അടുത്ത നമുക്ക് വീൽ ആൻഡ് ആക്സിലുമായി ബന്ധപ്പെട്ടാണ്. വീലില് ഇതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്, ആക്സിലിന്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്താണ്? L/E = R/r. പ്രത്യേകം ശ്രദ്ധിക്കുക, R/r. ഇനി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? MA = ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? R/r എന്ന് ഓർത്തേക്കുക. എന്താണ്? ഇനി ഇവിടെ R എപ്പോഴും വലുതായതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ വീലിന്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലം. അപ്പോൾ ചെരിഞ്ഞ പ്രതലത്തിന് നമുക്ക് ഇവിടെയും ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു ലോഡിനെ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ അവിടുത്തെ എഫേർട്ട്, ഇതിന്റെ ഈ ചെരുവിന്റെ നീളമാണ് ലെങ്ത് എന്ന് പറയുന്നത്, ഈ ചെരുവിന്റെ ഹൈറ്റ് ആണ് H എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ലോഡിനെ മുകളിലേക്ക് ഉയർത്തുന്നു, അതാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MA = L/H എന്നാണ്. എന്താണ്? യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ H എന്നാണ്. ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർത്തേക്കുക. ഈ ഇക്വേഷൻ തന്നെയാണ് ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതാ നോക്കി നോക്കൂ. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, ഒരു ഇരട്ട ചെരിവുതൽ അല്ലേ? അതായത് നോക്കി, ഇവിടെ ലെങ്ത് വന്നു. അതുകൊണ്ട് ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലും L/H തന്നെയാണ്. ഇതിന്റെ നീളം കൂടുന്നതനുസരിച്ച് യാന്ത്രിക ലാഭം എന്ത് ചെയ്യുന്നു? കൂടുന്നു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു. അപ്പോൾ ഇവിടെയും ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഇനി അടുത്ത ലാസ്റ്റ് സ്ക്രൂ ജാക്ക് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുക. MA = MA, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ H. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ചെരിഞ്ഞ പ്രതലമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിന് നമ്മൾ കറക്റ്റ് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ലെങ്ത് ഓഫ് വൺ ത്രെഡ്. ഒരു സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ത്രെഡ്, ആ ഒരു ലെങ്ത് ഓഫ് ദ വൺ ത്രെഡ് ആണ് L എന്ന് പറയുന്നത്. അതിന്റെ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ആ ത്രെഡുകൾ തമ്മിലുള്ള ആ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻ ആണ്, ശരിക്കും 6 ഇക്വേഷൻ ആണ് വരുന്നത്. പക്ഷെ അവസാനത്തെ 3 ഇക്വേഷനും ഒരേപോലെയാണ്. അപ്പോൾ ഈ സമവാക്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക.